Hi friends, എല്ലാവർക്കും കോസി വൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോസി വൈൻ മലയാളം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പിഗി ബാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൈസ കെട്ടിവെക്കൂലേ, നമ്മൾ സൂക്ഷിച്ച് വെക്കൂലേ, പിന്നെ നമുക്ക് പ്രധാന ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇങ്ങനത്തെ മണി സേവിങ് സാധനമൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 10 to 50, പിന്നെ 50 to 100 ഒക്കെയാണ് പൈസ പോലെ. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ 0 ചിലവിന് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് തുറന്നിട്ട് നിങ്ങൾക്ക് പൈസ കൂടുമ്പോൾ തുറന്നിട്ട് പൈസ മാറ്റിയിട്ട് പിന്നെയും പൈസ ഇട്ട് വെക്കാൻ പറ്റും. മറ്റേതൊക്കെ കീറിയാൽ പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റീയൂസ് മെത്തേഡാണ്. സോ നമുക്ക് നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സാധനങ്ങൾ. സോ നമുക്ക് ആദ്യം തന്നെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതൊരു അക്വഫിനൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിസൈൻ ഉണ്ടാവും. അതുകൊണ്ട് ഇത് തന്നെ. പിന്നെ നമുക്ക് ഈ 2 ലെങ്ത്തിലുള്ള 2 കാർഡ്ബോർഡുകൾ ആവശ്യമുണ്ട്. ഇതൊരു ചതുരത്തിലുള്ള സ്ക്വയറിലുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പറാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു റെക്റ്റാങ്കിളിലുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടിനും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു പേപ്പർ സിസേഴ്സ് ആവശ്യമുണ്ട്. പേപ്പർ കട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് കലാപരിപാടികൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഒരു ഫ്ലാറ്റ് ബ്രഷ്, ഇത് പോയിന്റ് ബ്രഷാണ്. ഇത് പോയിന്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു പെൻസിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പെൻസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കളർ പേപ്പർ, ഇതൊരു പിങ്ക് കളർ പേപ്പറാണ്. പിഗ്ഗി ബാങ്കിൻ്റെ അതിന് പിങ്ക് കളറല്ലേ, അതുകൊണ്ട് പിങ്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ A4 നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു ഫെവിക്കോൾ വേണം. ഇതൊരു വൈറ്റ് ഗ്ലൂ ആണ് വേണ്ടത്. സോ ഇതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. സോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആവശ്യം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കർ വേഗം ഒന്ന് പീൽ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ കത്തിരിയായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്രാവശ്യം കത്തിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അത് പകുതിയാക്കി കട്ട് ചെയ്യുക. അപ്പോൾ അത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഭാഗം മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാഗം എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നത് വരെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത ഭാഗം ജോയിൻ ചെയ്യുക. എന്നിട്ട് പെർഫെക്ഷൻ ആയിക്കണോ നോക്കണം. എന്നിട്ട് നമ്മുടെ കളർ പേപ്പർ എടുക്കുക. ഇവിടെ ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഭാഗത്തിൻ്റെ അളവ് എടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിക്കുക. നല്ല നീറ്റിൽ തന്നെ ഒട്ടിക്കണം. ചുളിവൊന്നുമില്ലാതെ ഒട്ടിക്കാൻ നന്നായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മളുടെ ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ക്യാപ്പ് എടുത്തതിന് ശേഷം ഗ്ലൂ തേച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇതുപോലെ നമ്മളൊരു കഷ്ണം പേപ്പർ എടുത്തതിന് ശേഷം നന്നായിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂ തേച്ചിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ബോട്ടമിൽ ഒട്ടിക്കുക. ഇതാണ് നമ്മൾ ടെയിലായി കണക്കെടുക്കുന്നത്. ഇനി നമ്മളൊരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അത് റോള് പോലെ ആക്കി അറ്റം ഗ്ലൂ ചെയ്യുക. ഇതേപോലെ നമുക്ക് 4 പീസുകളാണ് ആവശ്യം. ഇനി റോളിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേ മെഷറിൽ തന്നെ വെട്ടുക. ഇനി നമ്മളത് ഫെവിക്കോൾ വെച്ചിട്ട് ഗ്ലൂ ചെയ്യുക. എന്നിട്ട് അത് ഒട്ടിക്കുക. കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ 4 എണ്ണം ഉണ്ടാക്കുക. നമ്മൾ ഓരോന്നായിട്ട് നമ്മളുടെ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മുടെ പിഗി ബാങ്കിൻ്റെ ബോട്ടമിൽ ഒട്ടിക്കുക. ഇനി നമ്മൾ ഡബിൾ ആയിട്ട് വെക്കുക. ഇപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കാലും റെഡി ആയിട്ടുണ്ട്. നമ്മൾ മണി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹോൾ ഇടണം. അതിനായിട്ട് നമ്മളൊരു കട്ടറോ നൈഫോ വെച്ചിട്ട് കീറണം. ഇപ്പോൾ നമ്മളുടെ ഹോളും റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമ്മളൊരു പേപ്പർ, അതായത് ക്യാപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ളൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഗ്ലൂ വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ആ ഒരു ഇത് കവർ ചെയ്യുക. അതിൻ്റെ അറ്റമാണ് ഞാൻ ഇതാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എക്സസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ സർക്കിളിൽ, അതായത് ക്യാപ്പിൻ്റെ ഫസ്റ്റ് ഭാഗം കിട്ടാനായിട്ട് ഒരു സർക്കിളിലൊരു ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും അവിടെ സ്റ്റിക്ക് ചെയ്യുക.
സോ ഇനി നമ്മൾ പിഗിൻ്റെ ഫിഗർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സ്ക്വയറിൽ ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ വീഡിയോ കാണിച്ച പോലെ മുറിക്കുക. അത് 2 പീസായിട്ട് മുറിക്കുക. എന്നിട്ട് അതിനോടൊപ്പം യോജിക്കുന്ന ഒരേ സൈസിലുള്ള ഒരു പിങ്ക് കളർ പേപ്പറും 2 വീതം കട്ട് ചെയ്തെടുക്കുക ഓരോന്നിന്. എന്നിട്ടത് ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇനി ഫെവിക്കോളാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഫെവിക്കോൾ എടുത്തിട്ട് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇയർ നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ 2 പൊട്ടിക്കുക. സോ ഇനി നമ്മൾ പിഗിൻ്റെ കണ്ണാണ് ഇതാക്കാൻ പോകുന്നത്. അതിനായിട്ട് കണ്ണ് വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് അത് ഒട്ടിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 കണ്ണും ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്ത് രസമുണ്ട്. പക്ഷേ ഇനിയും രസം വരാനുണ്ട്. സോ നമ്മൾ അതിനായിട്ട് മാർക്കർ എടുക്കുക. എന്നിട്ട് പിഗിൻ്റെ മൂക്കിൻ്റെ ഓട്ട രീതിയിൽ അത് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പിഗി ബാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് ഞാനാ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റും ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റും ചെയ്യുക. പിന്നെ കോസിവൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇനി നമുക്ക് ഇതിൻ്റെ ചടങ്ങുണ്ട് കേട്ടോ. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാനായിട്ട് പോവുകയാണ്. കുറച്ച് പൈസ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടേക്കെന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.